ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 7ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഷോർട്ട് സമ്മറിയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ കൂടുതൽ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് നേരെ സമ്മറിയിലേക്ക് പോവാം. സോ ഈ സമ്മറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ സമ്മറി കൃത്യമായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് ഒന്ന് റിപ്പീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. സോ നമുക്ക് നേരെ സമ്മറിയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദിസ് സ്റ്റോറി ടൈറ്റിൽഡ് എ റോബോട്ട് വിത്ത് എ വൈറസ്. അപ്പൊ ഈ സ്റ്റോറിയുടെ പേര് എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നാണ്. ഇത് എഴുതിയിട്ടുള്ള ആള് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ടെൽസ് ദ ടെയിൽ ഓഫ് എ മെസ്സി ബോയ് ഹൂ ലേൺസ് എ വാല്യുബിൾ ലെസൺ അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ ഈ കഥയിൽ നമ്മളോട് പറയുന്നത് ഒരു മടിയനായിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടി പിന്നീട് നന്ദിയുടെയും അതേപോലെ ആത്മാർത്ഥതയുടെയും, ഇവിടെ നോക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദിയാണ്, അതേപോലെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാർത്ഥതയാണ്. നന്ദിയുടെയും ആത്മാർത്ഥതയുടെയും പാഠം പഠിക്കുന്നതാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. സോ നമുക്ക് നേരെ ആ കുട്ടിയുടെ മെസ്സി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മടിയുള്ള ആ ഒരു ഹാബിറ്റ്, ആ ഒരു ശീലത്തിനെയാണ് മെസ്സി ഹാബിറ്റ് എന്ന് പറയുക. ആ ഹാബിറ്റിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മളുടെ ആ ഒരു മടിയനായ കുട്ടിയുടെ പേര് റിക്കി എന്നാണ് കേട്ടോ. റിക്കി, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിക്കി എന്നാണ് ആ ഒരു പയ്യന്റെ പേര്. സോ നമുക്ക് നേരെ ആ റിക്കിയുടെ സ്വഭാവത്തിലേക്ക് പോവാം. ദ സ്റ്റോറി ഇൻട്രൊഡ്യൂസസ് റിക്കി. ഈ കഥയിൽ നമുക്ക് റിക്കിയെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആൻ 11-year-old ബോയ് ലിവിങ് ഇൻ എ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. ഒരു 11 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി ജീവിക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹൗസിലാണ്. ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഹൗസുകളെയാണ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറയാം. ഈ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള പുതിയ പുതിയ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള വീടുകളെയാണ് ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറയാം. ആ വീട്ടിലാണ് റിക്കി ജീവിക്കുന്നത്. അപ്പോൾ റിക്കിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫാണ്. അത്യാവശ്യം അടിച്ചു പൊളിച്ച് വളരെ സുഖമുള്ള ജീവിതമാണ് റിക്കിയുടേത്. പക്ഷേ ഡെസ്പൈറ്റ് ഹിസ് കംഫർട്ടബിൾ ലൈഫ്, അവന് സുഖമുള്ള ജീവിതമാണെങ്കിലും ആ സുഖമുള്ള ജീവിതം മാറ്റി നിർത്തി കഴിഞ്ഞാൽ റിക്കി ഈസ് എക്സ്ട്രീംലി സ്ലോവൻലി. റിക്കി ഭയങ്കര സ്ലോവൻലി ആണ്. സ്ലോവൻലി എന്ന് പറഞ്ഞാൽ മടി. റിക്കിക്ക് ഭയങ്കര മടിയാണ്. ഓക്കെ, ആ റിക്കിയുടെ മടിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ് അടുത്ത് പറയുന്നത്. ഹി കോൺസ്റ്റന്റ്ലി ലീവ്സ് ഹിസ് ക്ലോത്ത്സ്, ടോയ്സ് ആൻഡ് സ്കൂൾ ബാഗ്. അപ്പൊ റിക്കി എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ തുണികള്, അതേപോലെ ടോയ്സ്, പിന്നെ സ്കൂൾ ബാഗ്, ഇതൊക്കെ ഇങ്ങനെ നിലത്ത് ഇടുന്നുണ്ട്. നിലത്ത് ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നുണ്ട്. സ്കാറ്റേർഡ് അക്രോസ് ദ ഫ്ലോർ. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിന്നി ചേർന്നുള്ള അർത്ഥം കേട്ടോ. ഇത് ആ തറയിൽ ഇങ്ങനെ കൊണ്ടിടുന്നുണ്ട്. ആര്? നമ്മുടെ റിക്കി. ഓക്കെ, ഇനി ആ തറയിൽ ഇങ്ങനെ കൊണ്ടിട്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് ആരാ? റിക്കിയുടെ മദർ ആണ് കേട്ടോ. ലിവിങ് ഹിസ് മദർ ടു ക്ലീൻ അപ്പ് ആഫ്റ്റർ ഹിം. അവന്റെ ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് റിക്കിയുടെ മദർ ആണ്. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. യെസ്, യെസ്, നോക്കുക. സോറി, ഓക്കെ ഓക്കെ, ബട്ട്ലർ റോബോട്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ആ വീട്ടിലേക്ക് പുതിയൊരാൾ വരികയാണ്, ബട്ട്ലർ റോബോട്ട് വരികയാണ്. ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലി ചെയ്യുന്ന റോബോട്ടുകളെയാണ് നമ്മൾ ബട്ട്ലർ റോബോട്ട് എന്ന് പറയാം. ടു ഹെൽപ്പ് വിത്ത് ദ ഹൗസ് ഹോൾഡ്, വീട്ടുജോലിക്ക് സഹായിക്കാൻ വേണ്ടി റിക്കീസ് പാരന്റ് ബൈ ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പാരന്റ്സ്, റിക്കിയുടെ രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും ഒരു പുതിയ മോഡൽ റോബോട്ടിനെ പേടിക്കണ്ടായി. ദ റോബോട്ട് ഈസ് ഇൻക്രെഡിബിളി എഫിഷ്യന്റ്. ആ റോബോട്ട് എങ്ങനെയായിരുന്നു? എല്ലാ ജോലികളും എടുക്കുന്ന ഒരു അത്യുഗ്രൻ റോബോട്ട് ആയിരുന്നു. ആ റോബോട്ട് ടേക്കിംഗ് ഓവർ കോഴ്സ് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, അയണിങ്. അതായത് കുക്കിംഗ്, ക്ലീനിങ്, അയണിങ്. ഇവിടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. അതേപോലെ അയണിങ് എന്ന് പറഞ്ഞാൽ ഇസ്തിരി ഇടുക എന്നുള്ള അർത്ഥമാണ്. ഈ ജോലികളൊക്കെ ആ റോബോട്ട് ഏറ്റെടുക്കുന്നുണ്ട്. റിക്കി ഈസ് ത്രിൽഡ് അറ്റ് ഫസ്റ്റ്. അപ്പൊ ഈ റോബോട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ റിക്കി ആദ്യം എന്താണ്, ഭയങ്കര ത്രിൽഡ് ആയിരുന്നു. ഭയങ്കര ത്രില്ലായിരുന്നു ഈ റോബോട്ട് ആദ്യം വീട്ടിലേക്ക് വന്നപ്പോൾ. പക്ഷേ സോറി, എസ്പെഷ്യലി സിൻസ് ദ റോബോട്ട് പിക്സ് അപ്പ് ഹിസ് ക്ലോത്ത്സ്. ഇപ്പൊ റിക്കി ആ റോബോട്ടിന് ഇഷ്ടപ്പെടാനുള്ള കാരണം റിക്കിയുടെ ഈ തുണികളൊക്കെ ആ റോബോട്ട് എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിക്കിക്ക് ഈ റോബോട്ടിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. പക്ഷെ ഇതൊക്കെ എടുത്തു വെക്കുന്നുണ്ടെങ്കിലും പക്ഷേ എന്നാലും തിങ്സ് ടേക്ക് എ സ്ട്രേഞ്ച് ടേൺ വെൻ റിക്കീസ് ഫേവറേറ്റ് ബിലോങ്ങിങ്സ് ലൈക്ക് ഹിസ്
ടീഷർട്ട്, ഫുട്ബോൾ സ്റ്റാർട്ട് ഡിസപ്പിയറിങ്. പിന്നീട് അങ്ങോട്ട് റിക്കിയുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ റിക്കിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ട്, ഫുട്ബോൾ ഇതൊക്കെ അപ്രതീക്ഷിതമാവാൻ പോവാണ്, അത് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കാണാതെ പോവാണ് അവന്റെ വീട്ടിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണാതെ പോയി. ഇനി ഇവർ ചെയ്യുന്നത്, ആ റോബോട്ട് ഇതൊക്കെ കാണാതായല്ലോ, ഇനി ആ റോബോട്ടിന്റെ പിന്നാലെ നടന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ റോബോട്ടിന്റെ പിന്നാലെ പോയിട്ട് അന്വേഷണമാണ് ഇനി അങ്ങോട്ടുള്ള ബാക്കി. ഒന്ന് വായിച്ചു നോക്കാം. സസ്പീഷ്യസ് ദാറ്റ് ദ റോബോട്ട് ഈസ് ഫോൾട്ടി. അപ്പോൾ റിക്കിയുടെ മനസ്സിൽ എന്താണ്? ഈ റോബോട്ട് ഒരു കളവ് ചെയ്ത ആളായിട്ടാണ് റിക്കിയുടെ മനസ്സിലുള്ളത്. റിക്കി സ്പൈസ് ഓൺ ഇറ്റ് ആൻഡ് ക്യാച്ചസ് ഇറ്റ് റെഡ് ഹാൻഡഡ്. അപ്പോൾ റിക്കി എന്ത് ചെയ്യുന്നുണ്ട്? ആ റോബോട്ടിന്റെ പിന്നാലെ പോയിട്ട് ആ റോബോട്ടിനെ രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തു? ആ റോബോട്ടിനെ കൈയോടെ പിടികൂടുകയാണ്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കൈയോടെ പിടികൂടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ, റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ. അപ്പോ റിക്കിയുടെ ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിലേക്കാണ് പോകുന്നത്. അതായത് ഈ റിക്കിയുടെ ക്ലോത്ത്സും ടീഷർട്ടും ഇതൊക്കെ, സോറി, ക്ലോത്ത്സും ടീഷർട്ടും അതേപോലെ ഫുട്ബോളും ഒക്കെ സ്റ്റോർ റൂമിലാണ് കൊണ്ട് ഈ റോബോട്ട് വെക്കുന്നത്. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് ഫാദർ. ഈ കാര്യം റിക്കി അവന്റെ അച്ഛനോട് കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ റിക്കിയുടെ അച്ഛൻ ആൻഡ് എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്, റോബോട്ടിക്സ് എന്ന് പറഞ്ഞ മേഖലയിലുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് റിക്കിയുടെ ഫാദർ. ഡിമാൻഡിങ് ദ റോബോട്ട് ബി സെൻഡ് അവേ. ഇപ്പൊ റിക്കി അവന്റെ അച്ഛനോട് പറയാണ് ഈ റോബോട്ടിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണമെന്നാണ് റിക്കിയുടെ അപേക്ഷ. ഹിസ് ഫാദർ റിഫ്യൂസസ്. പക്ഷേ റിക്കിയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്? അത് നിരസിക്കുകയാണ്. അതെന്ത് ചെയ്യാണ്? വലിയ കാര്യമാക്കാതെ അത് ഒഴിവാക്കി വിടുകയാണ്, റിഫ്യൂസ് ചെയ്യാണ്. ഇൻസിസ്റ്റിംഗ് ദാറ്റ് റോബോട്ട്സ് ആർ പ്രോഗ്രാംഡ് വിത്ത് സ്പെസിഫിക് ലോജിക്. അപ്പോൾ റിക്കിയുടെ ഫാദറിന് ഈ റോബോട്ടിനെ പറ്റി എല്ലാം അറിയാം. അപ്പോൾ റിക്കിയുടെ ഫാദർ പറയാണ് ഈ റോബോട്ട് ഈ ജോലിക്ക് വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് റിക്കിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് റിക്കിയുടെ ഫാദർ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ദ ലെസൺ ലേൺഡ്. ഇപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി റിക്കി ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഒരു പാഠം ആ റോബോട്ടിൽ നിന്നും പഠിക്കുകയാണ്. എന്താണ് പാഠം? നമുക്ക് നോക്കാം. ദ ലെസൺ ലേൺഡ്. അപ്പൊ അവൻ പഠിച്ച പാഠമാണ് എടുത്ത് പറയുന്നത് കേട്ടോ. യെസ്. ദ മിസ്റ്ററി ഈസ് സോൾവ്ഡ് വെൻ ദ റോബോട്ട് എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് ആക്ഷൻസ്. അപ്പോ ആ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? നിഗൂഢത എന്നുള്ള അർത്ഥമാണ്. അപ്പോ അവന്റെ ഡ്രസ്സുകളും അതേപോലെ ഫുട്ബോളൊക്കെ മിസ്സിംഗ് ആയി. പിന്നീട് ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരു കാര്യം പിന്നീട് സോൾവ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുകയാണ്. എപ്പോ? ആ റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു റിക്കിനോട് പറയുമ്പോൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പോ ഇറ്റ് വാസ് പ്രോഗ്രാംഡ് ഫോർ മാക്സിമം എഫിഷ്യൻസി. ആ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു. മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം, പരമാവധി നല്ല കഴിവുള്ള ഒരു റോബോട്ടായിട്ടാണ് ആ റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിക്കോസ് റിക്കി ലെഫ്റ്റ് ഹിസ് തിങ്സ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ. അപ്പൊ റിക്കി എന്ത് ചെയ്യുന്നു? അവന്റെ തുണികളും അല്ലെങ്കിൽ അവന്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവൻ ഈ ഫ്ലോറിൽ, അവൻ തറയിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വലിച്ചു വാരിയിടുന്നു. അപ്പൊ റോബോട്ട് എന്ത് വിചാരിച്ചു? ദ റോബോട്ട് അസ്യൂംഡ് ഹി നോ ലോങ്ങർ വാണ്ടഡ് ഓർ നീഡഡ് ദം. റോബോട്ട് ഈ റിക്കി അവന്റെ സാധനങ്ങളൊക്കെ നിലത്ത് ഇങ്ങനെ കൊണ്ടിടുമ്പോൾ റോബോട്ട് വിചാരിച്ചത് എന്താണ്? ഇതൊക്കെ റിക്കിക്ക് വേണ്ടാത്ത സാധനങ്ങളാണ്, അല്ലെങ്കിൽ റിക്കിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിട്ടാണ് ആ റോബോട്ട് കരുതിയിട്ടുള്ളത്. ഓക്കെ, ബാക്കി നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആ റോബോട്ട് നമ്മളുടെ ആ റിക്കിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ബാക്കി നമുക്ക് നോക്കാം. ലാസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇനി കൺക്ലൂഷൻ ആണ് കേട്ടോ. ദ ട്രാൻസ്ഫോർമേഷൻ. ഇനി ചേഞ്ച്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. റിക്കി ഇനി നല്ലൊരു കുട്ടിയായി മാറാൻ പോവാ. എന്താ നമുക്ക് നോക്കാം. റിയലൈസിങ് ദാറ്റ് ഹി ഹാഡ് ബീൻ അൺഗ്രേറ്റ്ഫുൾ ആൻഡ് വേസ്റ്റ്ഫുൾ. അപ്പൊ റിക്കി എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ റിക്കിക്ക് തോന്നുകയാണ് ഞാനൊരു അൺഗ്രേറ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ആണ്, ഞാനൊരു ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റ് ആയിട്ടാണ് റിക്കിക്ക് ഇങ്ങനെ തിരിച്ചറിയുന്നത്. റിയലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിയുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ റിക്കി അവനൊരു വേസ്റ്റ് ആയിട്ട് തിരിച്ചറിയാണ്. റിക്കി ഫീൽസ് അഷെയിംഡ്. റിക്കിക്ക് ഈ സംഭവത്തിന് ശേഷം ഭയങ്കര ഷെയിമായി. അഷെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര നാണം വന്നു എന്നുള്ള അർത്ഥമാണ്. പിന്നീട് ഹി ചേഞ്ചസ് ഹിസ് ബിഹേവിയർ എൻറ്റയർലി. പിന്നീട് അവന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വഭാവം, അവന്റെ സ്വഭാവം അവൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുകയുണ്ടായി. ബിക്കമിങ് എ മാക്സിമം എഫിഷ്യൻസി ബോയ്. പിന്നീട് അവൻ എന്ത് ചെയ്തു? ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറുകയുണ്ടായി. അതായത് നല്ലവണ്ണം ആത്മാർത്ഥതയുള്ള ഒരു പയ്യനായിട്ട് റിക്കി മാറുകയുണ്ടായി. ഹി ബിഗിൻസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കി എന്ത് ചെയ്യാൻ തുടങ്ങി?
അവന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ അവന്റെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവൻ എടുത്തു വെക്കാൻ അല്ലെങ്കിൽ അവൻ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. ഓക്കെ. ആൻഡ് യൂസസ് ഹിസ് പോക്കറ്റ് മണി ടു ബൈ തിങ്സ് ഫോർ പീപ്പിൾസ് ഇൻ നീഡ്. പിന്നീട് റിക്കി അവന്റെ പോക്കറ്റ് മണി ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട അല്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. അതായത് നല്ലൊരു കുട്ടിയാവാൻ റിക്കി ആരംഭിച്ചു എന്നർത്ഥം. ഫൈനലി അവസാനം അണ്ടർസ്റ്റാൻഡിങ് ദ ട്രൂ വാല്യൂ ഓഫ് വാട്ട് ഹി ഓൺസ്. പിന്നീട് അവസാനം എന്ത് ചെയ്തു? അവനില്ലാത്ത ആ ഒരു മൂല്യത്തെ കുറിച്ച് റിക്കി അങ്ങനെ അവസാനം മനസ്സിലാക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ സമ്മറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ദ ബൈ. ഇനി നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിന്റെ സമ്മറിയാണ് വേണ്ടതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടെ പഠിക്കട്ടെ. നമ്മൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അവരും കൂടെ പഠിക്കട്ടെ. ഓക്കെ അല്ലടാ? ബൈ ദ ബൈ.